എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു എനസ്റ്റ് അക്കാഡമി. എനസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്ററുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 4 മെക്കാനിക്കൽ സെക്ഷനിലെ മോഡ്യൂൾ 1 ആണ്. മെക്കാനിക്കൽ പോർഷനുമായി ബന്ധപ്പെട്ട് മോഡ്യൂൾ 1 അതിലെ 4ാമത്തെ ഒരു സെഷനാണ് നമ്മൾ പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അപ്പൊ കഴിഞ്ഞ 3 സെഷനുകളിൽ നമ്മൾ പമ്പുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ സെഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ടർബൈൻ പമ്പുകളും അതേപോലെ തന്നെ സബ്മേഴ്സിബിൾ പമ്പ്, അതേപോലെ തന്നെ ജെറ്റ് പമ്പ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 പമ്പുകളും, അതേപോലെ തന്നെ പ്രൈമിംഗ് ഓഫ് പമ്പ് സെറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതേപോലെ തന്നെ സെലക്ഷൻ ഓഫ് പമ്പ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അത് പ്രൈമിംഗ് ഓഫ് പമ്പ് സെറ്റ്, ദെൻ കാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട 3 പമ്പുകളാണ് തരത്തിൽ ടർബൈൻ പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ്, ജെറ്റ് പമ്പ്. നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പോകേണ്ടതായിട്ടുണ്ട്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ സെലക്ഷൻ ഓഫ് പമ്പ്, ഒരു പമ്പ് സെലക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് സെഷനിലേക്ക് പോകാം. തുടക്കം പ്രൈമിംഗ് എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ തന്നെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെൻട്രിഫ്യൂഗൽ പമ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ ആദ്യം ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ആ ഒരു വാൽവ് തുറന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കേസിങ്ങിനുള്ളിലേക്ക് വെള്ളം നിറയ്ക്കുന്ന ഒരു പ്രോസസ് നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരു പമ്പും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ പമ്പുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതായിട്ടുണ്ട്, പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട്. ആ ഒരു സംഗതി, ആ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഫില്ലിംഗ് ഓഫ് വാട്ടർ, വെള്ളം നിറയ്ക്കണം. എവിടെയാണ് നമ്മൾ വെള്ളം നിറയ്ക്കേണ്ടതായിട്ടുള്ളത്? ആ ഒരു പമ്പുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിംഗ് നമുക്കറിയാം അല്ലെ, ഇത്തരത്തിൽ കേസിംഗ് ഉണ്ടാകും. അപ്പൊ കേസിങ്ങിനുള്ളിലേക്ക് വെള്ളം നിറയ്ക്കണം. അതായത് കേസിങ്ങിനുള്ളിൽ നിലവിലുള്ള എയറിനെ നമ്മൾ പുറത്തേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എയറിനെ തള്ളിക്കൊണ്ട് അവിടെ പൂർണ്ണമായിട്ടും ആര് നിറയണം? വെള്ളം കൊണ്ട് നിറയണം. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു പമ്പിന്റെ കേസിങ് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ആ ഒരു ഡെലിവറി വാൽവ് ഉണ്ടാകും, ഡെലിവറി വാൽവ് വരെ പൂർണ്ണമായിട്ടും നമ്മൾ വെള്ളം കൊണ്ട് നിറയ്ക്കണം. അതേപോലെ തന്നെ ആ ഒരു കേസിങ്ങിൽ നിന്നും താഴേക്ക് സക്ഷൻ പൈപ്പ് ഉണ്ടാകും അല്ലെ, സക്ഷൻ പൈപ്പ് താഴേക്ക് പോകുന്നുണ്ടാകും. സക്ഷൻ പൈപ്പിന്റെ ഒരെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, അവിടെ ഫൂട്ട് വാൽവ് ആയിരിക്കും ഉണ്ടാവുക, സ്ട്രെയിനറും ഫൂട്ട് വാൽവും ഉണ്ടാകും. അപ്പൊ ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത് നമുക്കറിയാം, അതൊരു നോൺ റിട്ടേൺ വാൽവ് ആണ്, അല്ലെങ്കിൽ ചെക്ക് വാൽവ് ആണ്, അല്ലെങ്കിൽ വൺ ഡയറക്ഷണൽ അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ വാൽവ് ആണ് എന്നുള്ളത് നമുക്കറിയാം. അതായത് കിണറ്റിൽ നിന്നും മുകളിലേക്ക് മാത്രമേ വെള്ളത്തെ പ്രവേശിപ്പിക്കത്തുള്ളൂ അല്ലെ, അതായത് കിണറ്റിൽ നിന്നും മുകളിലേക്ക് സക്ഷൻ പൈപ്പിലൂടെ മുകളിലേക്ക് മാത്രമേ വെള്ളത്തിന് കടക്കുവാൻ അനുവാദമുള്ളൂ. എന്നാൽ തിരിച്ച് ആ ഒരു സക്ഷൻ പൈപ്പിൽ നിന്നും കിണറ്റിലേക്ക് വെള്ളത്തെ കടത്തിവിടാൻ കഴിയുമോ? ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അതൊരു നോൺ റിട്ടേൺ വാൽവ് ആണ്, NR വാൽവ് ആണ്, ചെക്ക് വാൽവ് ആണ്, യൂണി ഡയറക്ഷണൽ വാൽവ് ആണ്. ഫൂട്ട് വാൽവ് എന്ന് പറയുന്ന വാൽവ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫൂട്ട് വാൽവ് ഒരു പക്ഷേ നമ്മളുടെ കംപ്ലൈന്റ് ആയി പോയെന്നിരിക്കട്ടെ അല്ലെ, അതിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഫംഗ്ഷൻ അത് ചെയ്യാതെ വരും. അതായത് സക്ഷൻ പൈപ്പിലുള്ള വെള്ളത്തെ പൂർണ്ണമായിട്ടും അത് പതുക്കെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ റിസർവോയർ ഏതാണോ, ആ സോഴ്സ് ഏതാണോ അതിലേക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ പമ്പിനുള്ളിൽ അല്ലെങ്കിൽ പമ്പിന്റെ കേസിങ്ങിനുള്ളിൽ അല്ലെങ്കിൽ സക്ഷൻ പൈപ്പിനുള്ളിൽ വെള്ളം നമുക്ക് നിർത്താൻ സാധിക്കുമോ? ഇല്ല. അപ്പോ അവിടെ വെള്ളത്തിന് പകരമായി ആര് വരും? എയർ വരുന്നുണ്ടാവും, എയർ. അപ്പൊ ആ എയർ വെച്ചിട്ട് നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും വെള്ളത്തെ സക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടാകും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനായി
നമ്മൾ എന്ത് ചെയ്യണം, പൂർണ്ണമായിട്ടും നമ്മളുടെ കേസിനുള്ളിലും അല്ലെങ്കിൽ നമ്മളുടെ സക്ഷൻ പൈപ്പിനുള്ളിലും എല്ലാം നമ്മൾ ഏതൊരു മീഡിയമാണോ നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് വെച്ച് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം വാട്ടർ ആണ് കൺസിഡർ ചെയ്യുന്നത്, വെള്ളത്തെ പമ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് കൊണ്ട് തന്നെ വെള്ളം വെച്ച് നമ്മൾ നിറയ്ക്കുക. അപ്പൊ എന്തിനാണ് ഈ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിമൂവ് എയർ ഫ്രം ദ പമ്പ് സിസ്റ്റം. പമ്പ് സിസ്റ്റത്തിൽ നിന്നും എയറിനെ റിമൂവ് ചെയ്യുന്നതിനായി. അപ്പൊ ഇത്തരത്തിൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഇത്തരത്തിൽ ആ ഒരു കേസിനുള്ളിൽ പൂർണ്ണമായിട്ടും എയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ആ ഒരു ഫിൽ ചെയ്യാനുള്ള ആ ഒരു എൻട്രി കൊണ്ട് അല്ലെ നമുക്ക് ആ ഒരു വാൽവ് തുറന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ സാധിക്കും. കേസിനുള്ളിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ആ ഒരു ഓപ്പണിംഗ് ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലിക്വിഡ് ഫില്ല് ചെയ്യുന്നുണ്ടാവും. സോ പൂർണ്ണമായിട്ടും അത് ഫില്ല് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പമ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. യെസ്. അപ്പൊ ഇത്തരത്തിൽ പ്രൈമിംഗ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ഫില്ലിംഗ് വാട്ടർ ഇൻ ദ സക്ഷൻ പൈപ്പ് ആൻഡ് പമ്പ് കേസിംഗ് അപ് ടു ഡെലിവറി വാൽവ് ബിഫോർ സ്റ്റാർട്ടിംഗ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ്. അല്ലെ, സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇത്തരത്തിൽ ഡെലിവറി വാൽവ് ക്ലോസ് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളുടെ സക്ഷൻ പൈപ്പിലും പമ്പിന്റെ കേസിംഗിലും എന്ത് നിറയ്ക്കണം, ഏത് മീഡിയമാണോ ഏത് ലിക്വിഡ് ആണോ നമ്മൾ പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ലിക്വിഡ് നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ വെള്ളം പമ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ ഫില്ലിംഗ് ഓഫ് വാട്ടർ എന്ന് നമ്മൾ പറയുന്നു. മനസ്സിലാക്കിയിരുന്നെങ്കിൽ മതിയാകും. അപ്പൊ എന്തിന് നമ്മൾ വെള്ളം ഒഴിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു റിമൂവ് എയർ ഫ്രം ദ പമ്പ് സിസ്റ്റം. ഇത്തരത്തിൽ അവിടെ നിന്നും എയറിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്തരത്തിൽ ആ ഒരു സക്ഷൻ അല്ലെ, വെള്ളത്തെ സക്ക് ചെയ്യാനുള്ള ആ ഒരു കഴിവ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സക്ഷൻ ഓഫ് വാട്ടർ, അതിന് വേണ്ടിയിട്ടാണ്. കാര്യം അവിടെ നമ്മൾ എയറിനും വെള്ളവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം അല്ലെ. ഇത്തരത്തിൽ ആ ഒരു ഡെൻസിറ്റി, എയറിന്റെ ഡെൻസിറ്റി അല്ല വെള്ളത്തിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എയറിനെ വെച്ച് നമ്മൾ ഇത്തരത്തിൽ അത് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു പമ്പ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയറിനെ സക്ക് ചെയ്യാനുള്ള ഒരു ശേഷി മാത്രമേ അതിന് ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് വെള്ളത്തെ സെക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ വെള്ളത്തെ സെക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദ പ്രഷർ ഡെവലപ്ഡ് ബൈ ദ ഇംപെല്ലർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അതായത് നമുക്ക് വെള്ളത്തെ മുകളിലേക്ക് എത്തിക്കാനുള്ള പ്രഷർ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ ഒരു യൂസ് ചെയ്യുന്ന ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത്തരത്തിൽ എയറിനെ സംബന്ധിച്ചുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളവുമായി കമ്പയർ ചെയ്യുമ്പോൾ എയർ ഹാസ് വെരി ലോ ഡെൻസിറ്റി അല്ലെ, വളരെ ഡെൻസിറ്റി കുറവാണ്. അതായത് ഇത്തരത്തിൽ അവിടെ ഉണ്ടാകുന്ന ഇമ്പല്ലർ അല്ലെങ്കിൽ അവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന ഇമ്പല്ലർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രഷറും അതനുസരിച്ച് കുറവായിരിക്കും. അതായത് പ്രഷർ ഡെവലപ്ഡ് ബൈ ദ ഇമ്പല്ലർ ബൈ റൊട്ടേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ആ ഒരു കേസിങ്ങിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിയെ പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രഷർ. ആര് നിർമ്മിക്കുന്ന പ്രഷർ? ഇത്തരത്തിൽ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടെ ഉള്ള ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മളിപ്പോ അവിടെ പ്രൈമിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിങ്ങിനുള്ളിൽ എന്തായിരിക്കും നിറഞ്ഞിട്ടുണ്ടാവുക? എയർ അല്ലെ, സംശയമൊന്നുമില്ല. അപ്പൊ എയറിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വാട്ടറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്നുള്ളത് അറിയാം. അപ്പോ ഈ എയറിനെ വെച്ച് നമ്മൾ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത്, കറക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രഷർ സ്വാഭാവികമായിട്ടും കുറവായിരിക്കും, ലോ പ്രഷർ ആയിരിക്കും. കാര്യം ലോ ഡെൻസിറ്റി ആയതുകൊണ്ട് ലോ പ്രഷർ വരികയും ചെയ്യും. ആ ലോ പ്രഷർ മതിയാകില്ല വെള്ളത്തെ സക്ക് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ വെള്ളത്തെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിനായി. അപ്പൊ അത്തരത്തിൽ വെള്ളത്തെ ലിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ആ ഒരു കേസിനുള്ളിൽ നിർത്തിക്കൊണ്ട് വേണം റൊട്ടേറ്റ് ചെയ്യാൻ. അതനുസരിച്ചുള്ള പ്രഷർ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്തരത്തിൽ എയർ വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ, ദിസ് പ്രഷർ ഇസ് ഇൻസഫിഷ്യന്റ് ടു ലിഫ്റ്റ് വാട്ടർ ത്രൂ ദ സക്ഷൻ പൈപ്പ്. അതായത് ഇത്തരത്തിൽ പ്രൈമിങ് ചെയ്യാതെ എയർ വെച്ച് നമ്മൾ ആ ഒരു ഇമ്പല്ലർ കറക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രഷർ സഫീഷ്യന്റ് അല്ല. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ സക്ഷൻ പൈപ്പ് വഴി വെള്ളത്തെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിന് അവിടെ ആ ഒരു പ്രഷർ സഫീഷ്യന്റ് അല്ല, ഇൻസഫീഷ്യന്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എന്തിനാണ് പ്രൈമിങ്, എന്താണ് പ്രൈമിങ് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു പോയിന്റിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ഇത്തരത്തിൽ നമ്മൾ പ്രൈമിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പൊ നമുക്ക് മറ്റൊരു കണ്ടീഷൻ, അതായത് സെൽഫ് പ്രൈമിംഗ് ഡിവൈസസ് നമുക്ക് അവൈലബിൾ ആണ്. സെൽഫ് പ്രൈമിംഗ് എപ്പോഴും നമ്മൾ പ്രൈം ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് സെൽഫ് പ്രൈമിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് ഇവിടെ ഒരു അറേഞ്ച്മെന്റ് സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്ന് പറയുന്നുണ്ടാവുക ഒന്നുമില്ല, നമ്മളൊരു ഇടയിൽ ഒരു ടാങ്ക് അല്ലെ, വെള്ളം നിറച്ചിട്ടുള്ള ഒരു ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഇവിടെ. അപ്പൊ സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് സെൽഫ് പ്രൈമിംഗ്, അതായത് സ്വയമേ പ്രൈം ചെയ്യുന്ന ഡിവൈസ്. സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് is an arrangement that eliminate the need of priming every time the pump is started. അതായത് പമ്പ് തുടങ്ങുന്നതിന് എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമ്മൾ പ്രൈമിംഗ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനായി നമ്മളെ സഹായിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പ്രൈം ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈമിംഗ് അല്ലെങ്കിൽ അവിടെയുള്ള വെള്ളം നഷ്ടപ്പെടുന്നുണ്ടാവുക തരത്തിൽ ഫൂട്ട് വാൽവിൽ ഉണ്ടാവുന്ന കംപ്ലൈന്റ് കാരണം നമ്മളുടെ സക്ഷൻ പൈപ്പിൽ ഉണ്ടായിരുന്ന വെള്ളം എല്ലാം തന്നെ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പലപ്പോഴും ഫൂട്ട് വാൽവ് മാറാനോ അല്ലെങ്കിൽ ഫൂട്ട് വാൽവ് മാറാനൊക്കെയുള്ള റെമഡിയൽ ആക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കംപ്ലൈന്റ് വരുന്ന സമയത്ത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് സെൽഫ് പ്രൈമിംഗ് അറേഞ്ച്മെന്റുകൾ ഉണ്ട്, സെൽഫ് പ്രൈമിംഗ് ഡിവൈസുകൾ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത്തരത്തിൽ കൂടെ അല്ലെങ്കിൽ മാനുവലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് പ്രൈമിംഗ് ചെയ്യുന്നത് തടയുന്നതിനായിട്ട് സെൽഫ് പ്രൈമിംഗ് ഡിവൈസുകൾ ഉണ്ട്. സോ ഇത്തരത്തിൽ സെൽഫ് പ്രൈമിംഗ് ഡിവൈസിന്റെ സഹായത്തോടുകൂടി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് പമ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടും എന്നുള്ളതുകൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സെൽഫ് പ്രൈമിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇവിടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ ഫിൽഡ് ടാങ്ക് ആണ് അല്ലെ, ഒരു ടാങ്ക് നമ്മൾ അവിടെ വെക്കുക ചെയ്യാം. സോ വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ടു എ ടാങ്ക് ത്രൂ പ്രൈമിംഗ് വാൽവ്. ഇത്തരത്തിൽ രണ്ട് എന്ന് പറയുന്ന ഒരു ടാങ്ക് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. ടാങ്ക്, ആ ഒരു ടാങ്കിനകത്ത് നമ്മൾ വെള്ളം തൽക്കാലം നിറച്ചിട്ടുണ്ട്. അപ്പൊ ആ ടാങ്കിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് നമ്മളുടെ സക്ഷൻ പൈപ്പ്, അതുപോലെ തന്നെ ടാങ്കിന്റെ താഴ്ഭാഗത്ത് നിന്നും നമുക്ക് നമ്മളുടെ പമ്പിലേക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ അതിനിടയിൽ കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഒരു എയർ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എയർ വാൽവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മറ്റൊരു എൻട്രി അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അവിടെയുള്ള എയർ പുറത്തേക്ക് പോകാൻ ഒരു എയർ വാൽവ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പൊ തുടക്കം നമ്മൾ എന്താണ് ഇത്തരത്തിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ പറയുന്ന വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വാട്ടർ ഈസ് ഫിൽഡ് ഇൻ ടു ദ ടാങ്ക് ത്രൂ പ്രൈമിംഗ് വാൽവ്. ഇത്തരത്തിൽ പ്രൈമിംഗ് വാൽവിന്റെ സഹായത്തോടു കൂടി, അതായത് ഇത്തരത്തിലുള്ള വാൽവ് പ്രൈമിംഗ് വാൽവുകളുടെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാം, തുടക്കത്തിലെ നമ്മളുടെ ടാങ്ക് നിറയ്ക്കുക. അപ്പൊ പ്രൈമിംഗ് വാൽവ് തുറക്കുന്ന സമയത്ത് നമ്മുടെ എയർ വാൽവും തുറന്നു. അപ്പൊ പ്രൈമിംഗ് വാൽവ് തുറക്കുന്ന സമയത്ത് ഇവിടെ യാതൊന്നും ഇല്ല, ഇവിടെ എയർ ആയിരുന്നു ഉള്ളത്. ആ എയർ എല്ലാം തന്നെ വെള്ളം ഫില്ല് ചെയ്യുന്ന മുറയ്ക്ക് മുകളിലൂടെ നമ്മളുടെ എയർ വാൽവിലൂടെ പുറത്തേക്ക് കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തു. നമ്മളുടെ പ്രൈമിംഗ് വാൽവിന് തൊട്ട് താഴെ വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തു എന്നിരിക്കട്ടെ. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈമിംഗ് വാൽവും ക്ലോസ് ചെയ്യുക, എയർ വാൽവും ക്ലോസ് ചെയ്യുക അല്ലെ. രണ്ട് വാൽവും, ബോത്ത് ദ വാൽവ്സ് ആർ ദെൻ ക്ലോസ്ഡ് അല്ലെ, രണ്ട് വാൽവും ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കൂ, ഇവിടെ ഇത്തരത്തിൽ ആ ഒരു ടാങ്കുമായി ബന്ധപ്പെട്ടുള്ള കണക്ഷൻ നോക്കൂ. ഇവിടെ നമ്മളുടെ സക്ഷൻ പൈപ്പ് വന്നിട്ട് ടാങ്കിന്റെ മുകൾ ഭാഗത്തേക്ക് എൻട്രി അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ പമ്പിലേക്ക് ഒരു ഡിസ്ചാർജ് അല്ലെ നമുക്ക് കാണുന്നുണ്ട്. സോ അത് അടിയിലൂടെയാണ്. ഇത്തരത്തിലുള്ള കണ്ടീഷൻ നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം എന്താ സംഭവിക്കുക, നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പമ്പിലേക്ക് വെള്ളം എവിടെ നിന്നായിരിക്കും വരുന്നുണ്ടാവുക, നമ്മളുടെ ടാങ്കിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക. കാര്യം പമ്പുമായിട്ട് ഡയറക്റ്റ് കണക്റ്റഡ് ആയിട്ടുള്ളത് നമ്മളുടെ ടാങ്കാണ്. ടാങ്കിൽ വെള്ളമുണ്ട്. സോ ആ ടാങ്കിലെ വെള്ളമായിരിക്കും നമ്മളുടെ പമ്പിലേക്ക് ആദ്യം വരുന്നുണ്ടാവുക. സോ പമ്പ് ഈ സ്റ്റാർട്ടഡ്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ടാവും, പമ്പ് ഡ്രോസ് വാട്ടർ ഫ്രം ദ ടാങ്ക്. ടാങ്കിൽ നിന്നും വെള്ളത്തെ വലിച്ചെടുക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ വെള്ളം താഴേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും അല്ലെ, ഒരു പാർഷ്യൽ വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ ഒരു പാർഷ്യൽ വാക്വത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഇത്തരത്തിൽ നമ്മളുടെ സക്ഷൻ പൈപ്പിൽ നിന്നും എന്താണ് ഇത്തരത്തിൽ നമ്മളുടെ ടാങ്കിലേക്ക് വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ വാട്ടർ that is partial vacuum is created in the tank. The water is continuously sucked from the well into the tank. So when pump stop, ഇത്തരത്തിൽ പമ്പ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക,
അതിൽ കേസിംഗ് ഉണ്ടാവുമല്ലോ. കേസിംഗ് റിമൈൻസ് ഫിൽഡ് വിത്ത് വാട്ടർ. എന്തുകൊണ്ടാണ്? കാര്യം നമ്മളുടെ ടാങ്കിൽ വെള്ളം നമ്മൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ സഹായത്തോടു കൂടി കേസിങ്ങിനുള്ളിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നുണ്ടാവും എല്ലായ്പ്പോഴും. അപ്പൊ ആ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എയർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുക? പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മൾ പ്രൈമിങ് ചെയ്യണോ? വേണ്ട. അപ്പൊ ആ സമയത്ത് നമ്മളുടെ ടാങ്കിൽ നിന്നും വെള്ളം യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പമ്പിന്റെ കേസിങ്ങിനുള്ളിൽ വെള്ളം നിറയുന്നുണ്ടാകും, വെള്ളം നിറച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ടൈം നമ്മൾ പ്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രൈമിങ് ചെയ്യേണ്ട അവസ്ഥയില്ല. ഇതാണ് നമ്മളുടെ സെൽഫ് പ്രൈമിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്താണ് ഉദ്ദേശം എന്നുള്ളത്? ഈ സെൽഫ് പ്രൈമിംഗ് ഡിവൈസിന് പേരുണ്ടോ എന്തെങ്കിലും? ഇല്ല, അതിന്റെ ഒരു പേരാണ് ഈ സെൽഫ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൈം ചെയ്യാൻ സ്വയമേ പ്രൈം ചെയ്യാനുള്ള ഒരു ഡിവൈസ് എന്നുള്ളതേ ഉള്ളൂ. അതിന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. അത് ശരിക്കും ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇത്തരത്തിലൊരു വാട്ടർ ടാങ്കും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ സെൽഫ് പ്രൈമിംഗ് ഡിവൈസുകൾ ഉണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെ, നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കുക. ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു ടേമാണ്. അപ്പോൾ പ്രൈമിംഗ് എന്താണ്, സെൽഫ് പ്രൈമിംഗ് ഡിവൈസ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താന്നൊക്കെ നമ്മൾ കണ്ടു. നെക്സ്റ്റ് വരുന്നതാണ് കാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടേം. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഈ കാവിറ്റേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മളുടെ ഇംപെല്ലറുകളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ കാവിറ്റേഷന്റെ ഫലമായിട്ട് എന്താണ് അവിടെ കൊറോഷനും അല്ലെങ്കിൽ ചെറിയ 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 പിറ്റിങ്സും ഒക്കെ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇവിടെ കാവിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിരുന്നു അല്ലെ. പമ്പുമായി ബന്ധപ്പെട്ട എന്താണ് കാവിറ്റേഷൻ എന്ന് പറയുന്നത്? Cavitation is the phenomenon of formation and the sudden collapse of vapor bubbles in a pump due to high vacuum. അതായത് നമുക്കറിയാം വാക്വം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു ഇംപെല്ലർ കറങ്ങുന്നതിന്റെ ഭാഗമായിട്ട് വാക്വം ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. വാക്വം അല്ലെങ്കിൽ പ്രഷർ ഡിഫറൻസ് അല്ലെങ്കിൽ വാക്വം, ആ വാക്വം കാരണമാണല്ലോ നമ്മളുടെ വെള്ളം അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത്തരത്തിൽ വാക്വം വളരെയധികം കൂടുന്ന സമയത്ത് വാക്വം കൂടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ വളരെ പ്രഷർ കുറവായിരിക്കും അല്ലെ, വളരെ പ്രഷർ കുറവായിരിക്കും. അപ്പൊ പൊതുവെ ഇത്തരത്തിൽ വളരെ വാക്വം കൂടുന്നതും വളരെ പ്രഷർ കുറവാകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐ ഓഫ് ദ ഇംപെല്ലർ അല്ലെ, ഇംപെല്ലറിന്റെ ആ ഒരു ഐ പോർഷനായിരിക്കും വളരെയധികം പ്രഷർ കുറയാനും അല്ലെങ്കിൽ വളരെയധികം ഉയർന്ന വാക്വം ജനറേറ്റ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മളുടെ വെള്ളം, അതായത് നമ്മളുടെ ഈ പറയുന്ന വേപ്പർ പ്രഷറിന് താഴെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതൊരു ലിക്വിഡ് ആയാലും അതിന്റെ വേപ്പർ പ്രഷറിന് അല്ലെങ്കിൽ ആ ഒരു വേപ്പർ പ്രഷറിന് താഴെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും അല്ലെ. വേപ്പർ പ്രഷർ ചെയ്യുന്ന സമയത്ത് പ്രഷർ അറ്റ് വിച്ച് ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ബോയിൽ, തിളയ്ക്കാൻ തുടങ്ങും അല്ലെ. തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവിടെ എന്താണ് വേപ്പർ ബബിൾസുകൾ ഫോം ചെയ്യുന്നുണ്ടാകും. വേപ്പർ ബബിൾസുകൾ അല്ലെ, ചെറിയ ചെറിയ കുമിളകൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതാണ് അല്ലെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത്. അപ്പൊ അത്തരത്തിൽ വരുന്ന കുമിളകൾ ഉണ്ടല്ലോ, ആ ഒരു കുമിളകള് എന്താണ് ഈ പറഞ്ഞ ഹയർ പ്രഷർ പോർഷനിലേക്ക് വന്നിട്ട് വളരെ പെട്ടെന്ന് പൊട്ടും അല്ലെ. ഇത്തരത്തിൽ ലോ പ്രഷറിൽ ജനറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുമിളകള് പുറത്തേക്ക് ഹയർ പ്രഷറിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടും, സഡൻ ആയിട്ട് കൊളാപ്സ് ചെയ്യും. ഈ സഡൻ ആയിട്ട് കൊളാപ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ് അവിടെ ഇമ്പാക്ട് വരുന്നുണ്ടാവും. ഒരു പ്രഷർ, ഒരു ലോഡ്, ഒരു ഇമ്പാക്ട് വരും. ആ ഇമ്പാക്ട് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ കാരണത്താല് എന്താ സംഭവിക്കുക? നമ്മളുടെ ആ ഒരു സർഫസില് ചെറിയ 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 കുഴികള് അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്തിനെ ബാധിക്കുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ആ ഒരു കുഴികൾ പിന്നീട് എന്താവും? അത് കൊറോഷൻ ആകുന്നു, അല്ലെങ്കിൽ അവിടെ നിന്നും ആ ഒരു പോർഷൻ ദ്രവിച്ചു മാറുകയോ അല്ലെങ്കിൽ പിന്നീട് വളരെ ചെറിയ ചെറിയ ക്രാക്സുകൾ ഫോം ചെയ്യാനൊക്കെ തുടങ്ങും. അപ്പൊ ഇതാണ് ബേസിക്കലി എന്ത് കാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കാവിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു കുമിളകൾ ഫോം ചെയ്യുന്ന ഫോർമേഷനെ നമ്മൾ എന്ത് വിളിക്കാം? കാവിറ്റേഷൻ എന്ന് പറയുന്നത്. കാവിറ്റേഷൻ ഇസ് എ ഫിനോമിന
അല്ലെങ്കിൽ ഫിനോമിനൻ ഓഫ് ഫോർമേഷൻ ആൻഡ് സഡൻ കൊളാപ്സ്. ലോ പ്രഷർ അല്ലെങ്കിൽ ഹൈ വാക്വം പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാകും? ഈ പറഞ്ഞ വേപ്പർ ബബിൾസുകൾ ഫോം ചെയ്തുകൊണ്ട് ആ വേപ്പർ ബബിൾസുകൾ ഹൈ പ്രഷറിലേക്ക് ചെന്നിട്ട് വളരെ പെട്ടെന്ന് പൊട്ടുന്നുണ്ടാകും, നമ്മളുടെ സർഫസിൽ വന്ന് ഇമ്പാക്ട് ചെയ്യുന്നുണ്ടാകും. അങ്ങനെ കുറെ നാൾ അല്ലെങ്കിൽ കുറെ അധികം അല്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ ചെറിയ 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 ഡാമേജസ് ഉണ്ടാകും. അപ്പൊ ക്യാവിറ്റേഷൻ കാരണമാണ് ഇത്തരത്തിൽ ഇമ്പല്ലറുകളിലൊക്കെ ഇത്തരത്തിൽ ചെറിയ ചെറിയ പിറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ കൊറോഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ ഇത്തരത്തിൽ എവരി ലിക്വിഡ് ഹാസ് എ വേപ്പർ പ്രഷർ. ആ വേപ്പർ പ്രഷറിന് താഴെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു. ഇത്തരത്തിൽ പ്രഷർ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബോയിലിംഗ് ക്യാൻ ഒക്കേഴ്സ് ഈവൻ അറ്റ് നോർമൽ ടെമ്പറേച്ചർ. ഇത്തരത്തിൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ തന്നെ പ്രഷർ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, വേപ്പർ പ്രഷറിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ആ ഒരു ഫ്ലൂയിഡ് അല്ലെ, ആ ഒരു ലിക്വിഡ് എന്ത് സംഭവിക്കുന്നു? തിളയ്ക്കാൻ തുടങ്ങുന്നു. ദാറ്റ് മീൻസ് അവിടെ വേപ്പർ ബബിൾസുകൾ ഫോം ചെയ്യും. ആ വേപ്പർ ബബിളുകൾ ഹൈ പ്രഷറിലേക്ക് പോയി അവിടെ ചെന്നിട്ട് തട്ടി എന്ത് ചെയ്യുന്നുണ്ടാവും? സഡൻ ആയിട്ട് കൊളാപ്സ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഇമ്പാക്ട് സ്ട്രെസ് അല്ലെ, ആ ഒരു സർഫസിലേക്ക് വന്ന് അവിടെ ഇമ്പാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? കൊറോഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിറ്റ് ഫോർമേഷനുകൾ സംഭവിക്കുന്നു. ഓക്കെ. അപ്പൊ പിന്നീട് അത് കൊറോഷനോ അല്ലെങ്കിൽ അത് ഡാമേജസ് അല്ലെങ്കിൽ ഫെയിലിയർ ആയിട്ടൊക്കെ മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പൊ ഇതാണ് ബേസിക്കലി എന്ത് ക്യാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, എവിടാണോ വളരെയധികം കുറഞ്ഞ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, സോ ലാർജ് വാക്വം അല്ലെങ്കിൽ ലോ പ്രഷർ അല്ലെ, എവിടാണോ ലാർജ് വാക്വം അല്ലെങ്കിൽ ലോ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക ആ ഭാഗങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള ക്യാവിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യത അല്ലെ. സോ പമ്പ് ഓപ്പറേറ്റ് അറ്റ് ഹൈ സക്ഷൻ ലിഫ്റ്റ്, ഇത്തരത്തിൽ ഉയർന്ന സക്ഷൻ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന പമ്പ്, അല്ലെന്നുണ്ടെങ്കിൽ വളരെ ലാർജ് വാക്വം ക്രിയേറ്റഡ് അറ്റ് ദ ഇൻലെറ്റുകളിൽ വളരെ വലിയ വാക്വം അല്ലെങ്കിൽ വളരെ ലോ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻലെറ്റുകൾ, അതുപോലെ തന്നെ പ്രഷർ ഫോൾസ് ബിലോ ദ വേപ്പർ പ്രഷർ ഓഫ് വാട്ടർ അല്ലെ, വേപ്പർ പ്രഷർ ഓഫ് വാട്ടറിന് താഴെ പ്രഷർ ഫോൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ക്യാവിറ്റേഷൻ ഉണ്ടാകാം. അപ്പൊ ക്യാവിറ്റേഷൻ ഉണ്ടാകുന്ന ബേസിക് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളുടെ ലാർജ് വാക്വം അല്ലെങ്കിൽ വളരെ താഴ്ന്ന പ്രഷർ അല്ലെ, ലോ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാവിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ. സോ വെൻ വാക്വം എക്സീഡ്സ് 7.7 meters ഓഫ് വാട്ടർ, ശ്രദ്ധിക്കുക 7.7 meters ഓഫ് വാട്ടർ ഒരു പ്രാക്ടിക്കൽ ലിമിറ്റ് ആണ്. 7.7 meters ഓഫ് വാട്ടർ സ്റ്റാർട്ട്സ് വേപ്പറൈസിങ്. ഇത്തരത്തിൽ വെള്ളം എന്ത് ചെയ്യുന്നുണ്ടാവും? വേപ്പർ ഫോർമേഷനിലേക്ക് മാറാൻ തുടങ്ങുന്നു. സോ വാക്വം എക്സീഡ്സ് 7.7 meters. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നമ്മളുടെ നിമി ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കിയിരിക്കാം. ഇത്തരത്തിൽ ക്യാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് എന്താണെന്നുള്ളൊരു ഐഡിയ നമ്മൾക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ വാക്വം എപ്പോഴാണ് ഈ പറയുന്ന വെള്ളം എപ്പോഴാണ് വേപ്പറൈസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ when the vacuum exceeds approximately 7.7 meters of water, ആ സമയത്ത് ഇത്തരത്തിൽ വെള്ളം വേപ്പറൈസ് ആവാൻ തുടങ്ങുന്നു, ബോയിൽ ആവാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അവിടെ കുമിളകൾ ഫോം ചെയ്യുന്നു. ആ കുമിളകള് എന്താണ്? ഹൈ പ്രഷർ ഏരിയയിലേക്ക് വന്ന് പൊട്ടും അല്ലെ. പൊട്ടുന്ന സമയത്താണ് അവിടെ ഇത്തരത്തിൽ ഇമ്പാക്ട് ഫോം ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയാണ് അവിടെ ക്യാവിറ്റേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ റീസൺ ഫോർ ക്യാവിറ്റേഷന്റെ റീസൺ എന്താണ്? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടേക്കുന്ന കാര്യങ്ങളാണ്, മനസ്സിലാക്കി പോകേണ്ട കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് റിഡക്ഷൻ ഓഫ് പ്രഷർ അറ്റ് ദ സക്ഷൻ നോസിൽ. ഇത്തരത്തിൽ എന്താണ് പ്രഷർ റിഡക്ഷൻ ഉണ്ടാവുക അല്ലെ, ലോ പ്രഷർ ഈ പറഞ്ഞ സക്ഷൻ നോസിൽ അവിടെയൊക്കെ ലോ പ്രഷർ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉയർന്ന വാക്വം ജനറേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ 7.7 meter വാട്ടർ അത് എന്താണ്? പ്രഷറാണോ? പ്രഷർ അല്ലേ പറയുന്നത്? അത് പ്രഷർ. അതെ അത് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ പറയുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? അല്ലാതെ മീറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോ പ്രഷർ പറയാൻ പറ്റും. അതെ, പ്രഷറാണ്, ഹെഡ് ആണ് സംഭവം. അത് ഹെഡ് നമ്മൾ മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ പറയില്ലേ, ആ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. 7.7 meters ഓഫ് വാട്ടർ, അത് മീറ്റേഴ്സ് ഓഫ് വാട്ടറിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ വാല്യൂ. ഓക്കെ. അപ്പൊ ഓർത്തിരുന്നാൽ മതി. ഇത്തരത്തിൽ വാക്വം എക്സീഡ്സ് എത്രയാണ്? 7.7 meters ഓഫ് വാട്ടർ. 7.7 എന്നുള്ള വാല്യൂ ഓർത്തിരിക്കുക കേട്ടോ. അത് ബാറിലൊന്നും ചോദിക്കില്ലോ അല്ലെ? ഇല്ല അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി, ബാറിലൊന്നും ചോദിക്കത്തില്ല.
അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. 7.7 meters ഓഫ് വാട്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക. ആ സമയത്താണ് അതിൽ താഴെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ആ ഒരു വാക്വം എക്സീഡ്സ്, അല്ലെങ്കിൽ ആ ഒരു വാക്വം എക്സീഡ്സ് 7.7 meters ഓഫ് വാട്ടർ. ആ സമയത്താണ് ഇത് വെള്ളം വേപ്പറൈസ് ആവുന്നുണ്ടാവുക കേട്ടോ, ഓർത്തിരിക്കാം. റീസൺ കാവിറ്റേഷൻ ഉണ്ടാവുന്ന റീസൺ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഒരേ സിറ്റുവേഷൻ ആണ്, പക്ഷെ പല കണ്ടീഷനിൽ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതായത് പ്രഷർ കുറയുക, വാക്വം കൂടുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട്. അപ്പം നിലവിൽ പ്രഷർ കുറയുന്ന സമയത്ത് സക്ഷൻ നോസിലുകളിലൊക്കെ പ്രഷർ കുറയുന്നുണ്ടാകും. ആ സന്ദർഭങ്ങളിലൊക്കെ അവിടെയുള്ള വെള്ളം വേപ്പറൈസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നോക്കൂ, ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ് അല്ലെ, ഇത്തരത്തിൽ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പ്രഷറും അല്ലെങ്കിൽ ഇത്തരത്തിൽ സക്ഷൻ പ്രഷറും കുറയുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എന്തുണ്ടാകും, ഇത്തരത്തിൽ കാവിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് വെലോസിറ്റി കൂടുക അല്ലെ, ഇത്തരത്തിൽ ഇൻക്രീസിങ് വെലോസിറ്റി ഓർ ഫ്ലോ അല്ലെ, നമുക്കറിയാം വെലോസിറ്റി കൂടുമ്പോൾ പ്രഷർ കുറയും. അങ്ങനെ വളരെയധികം ഉയർന്ന വെലോസിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ പ്രഷർ തന്നെ താഴും, അല്ലെ പ്രഷർ വളരെയധികം ലോ ആവും. ആ സമയത്ത് കാവിറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then reduction of the flow due to change in viscosity of the liquid. അതിൽ വിസ്കോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലോയിൽ ഉണ്ടാവുന്ന റിഡക്ഷൻ, അതായത് പെട്ടെന്നുണ്ടാകുന്ന ഫോർ എക്സാമ്പിൾ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെങ്കിൽ റെഡ്യൂസ് സംഭവിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ എന്താണ് പെട്ടെന്ന് തന്നെ വെലോസിറ്റി കൂടിക്കൊണ്ട് പ്രഷർ കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻ, ബേസിക് കോൺസെപ്റ്റ് എത്രയേ ഉള്ളൂ, അതായത് പ്രഷർ നന്നായിട്ട് കുറയുക അല്ലെങ്കിൽ വാക്വം കൂടുക, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ കാവിറ്റേഷന്റെ റീസൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. റീസൺ ഫോർ കാവിറ്റേഷൻ. നെക്സ്റ്റ് ഇഫക്റ്റ്, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, സ്നിപ്പ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഇഫക്റ്റ് ഓഫ് കാവിറ്റേഷൻ. കാവിറ്റേഷന്റെ ഇഫക്റ്റ് എന്താണ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതിന്റെ ഒരു ഇഫക്റ്റ് എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിറ്റിംഗ് ഉണ്ടാവും അല്ലെ. സോ പിറ്റ് മാർക്കുകൾ ഉണ്ടാകുന്നു എവിടെ, ഇമ്പല്ലർ ബ്ലേഡുകളിലൊക്കെ. കാര്യം ഇമ്പല്ലറുകളൊക്കെയാണ് ഏറ്റവും നമ്മുടെ ഇത്തരത്തിൽ ആ ഒരു സെക്ഷൻ പൈപ്പ് വന്ന് കയറുന്നത് ഐ ഓഫ് ദ ഇമ്പല്ലർ ആണ് അല്ലെ. അപ്പൊ അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എന്താണ് വാക്വം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക, അല്ലെങ്കിൽ പ്രഷർ കുറയുന്നുണ്ടാവുക. ആ സമയത്തൊക്കെ അവിടെ ആയിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ വേപ്പർ ഫോർമേഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റിംഗ് മാർക്ക് ഓൺ ദ ഇമ്പല്ലർ ബ്ലേഡ്സ് ആൻഡ് ഓൺ ദ ഇന്റേണൽ വൊല്യൂട്ട് കേസിംഗ് വോൾ ഓഫ് ദ പമ്പ് അല്ലെ, അതിൽ പമ്പിന്റെ വൊല്യൂട്ട് കേസിന്റെ ഉൾഭാഗത്ത്, അതേപോലെ തന്നെ ഇമ്പല്ലർ ബ്ലേഡുകളിലെല്ലാം തന്നെ പിറ്റിംഗ് മാർക്കുകൾ, ചെറിയ 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 കുഴികൾ അല്ലെങ്കിൽ എന്താണ് സർഫസ് റഫ്നെസ് അവിടെ ഉണ്ടാകുന്നുണ്ടാകും. പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് പ്രീമച്വർ ബെയറിംഗ് ഫെയിലിയർ സംഭവിക്കുന്നു അല്ലെ, ഇത്തരത്തിൽ ബെയറിംഗിന് ഉണ്ടാകുന്ന ഫെയിലിയർ, സാധാരണഗതിയിൽ നിന്നും പെട്ടെന്ന് തന്നെ ഫെയിലിയർ സംഭവിക്കുന്നുണ്ടാകും. ഷാഫ്റ്റ് ബ്രേക്കേജ്, ഷാഫ്റ്റ് പെട്ടെന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ ഷാഫ്റ്റ് ബ്രേക്കേജ് ഉണ്ടാവുന്നു, പമ്പിന്റെ ആ ഒരു ഫെയിലിയർ സംഭവിക്കുന്നു. മെക്കാനിക്കൽ ഫെയിലിയർ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള മെക്കാനിക്കൽ ഫെയിലിയർ അല്ലെങ്കിൽ ഫെറ്റീഗ് ഫെയിലിയർ, ഷാഫ്റ്റ് ബ്രേക്കേജ്, ബെയറിംഗ് ഫെയിലിയർ, ഫിറ്റിംഗ് മാർക്സ്, ഇതൊക്കെ എന്ത് തന്നെയാണ്, നമ്മളുടെ കാവിറ്റേഷന്റെ ഇഫക്റ്റുകളാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ഇഫക്റ്റ് ഓഫ് കാവിറ്റേഷൻ. കാവിറ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ ആണോ? കാവിറ്റേഷൻ എന്താണ്, ഉണ്ടാവാനുള്ള സാഹചര്യം എന്താണ്, അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണോ? ഓക്കെ. അതിനകത്ത് കുറച്ച് ഡിഫക്റ്റുകളും മറ്റു കാര്യങ്ങളും ബാക്കി ജനറലൈസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പ്ലസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് അന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്ത ക്ലാസ് കേട്ടോ. ഓക്കെ, താങ്ക് യു.